നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. താൻ ഇങ്ങോട്ട് വന്നത് ഒട്ടും ശരിയായില്ല. ആരെങ്കിലും അറിഞ്ഞാ അത് വലിയ പ്രശ്നമാവില്ലേ? എന്ത് പ്രശ്നമാവാൻ? ഞാൻ നിന്നെ കാണാൻ വരുന്നതിന് വേറെ ആർക്കാ പ്രശ്നം? നിനക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറ. എനിക്കെന്ത് പ്രശ്നം? നിന്നെ കാണുന്നതും നിന്നോട് സംസാരിക്കുന്നതും എനിക്ക് സന്തോഷമുള്ള കാര്യമല്ലേ? സന്ധ്യ ഡോക്ടർ ചോദിച്ചതെല്ലാം എനിക്ക് മനസ്സിലായി. കാരണം ഒരു തവണ ഡോക്ടർ എന്നോട് സൂചിപ്പിച്ചിരുന്നു ഈ കാര്യം. അന്ന് ഡോക്ടറോട് ഞാൻ പറഞ്ഞ അതേ മറുപടി തന്നെ സച്ചിനോട് ഞാൻ പറയാം. ഒരു കുഞ്ഞിനെ ദത്തെടുക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല. ആതിരയുടെ മോളെ സ്നേഹിക്കുന്ന അത്രയും പോലും എനിക്ക് ചിലപ്പോ അതിനെ സ്നേഹിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ക്രൂരതയായി പോവത്. സച്ചേട്ടൻ നേരത്തെ പറഞ്ഞില്ലേ ആ കുഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ കുറെ മാറ്റങ്ങൾ വരുത്തിയെന്ന്. അതിനേക്കാളും മാറ്റങ്ങൾ വരും നമുക്കൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ. പിന്നെ ഞാൻ നേരത്തെ കാത്തിരിപ്പിന്റെ കാര്യം നിരാശയോടെ പറഞ്ഞപ്പോ സച്ചേനുണ്ടായ തോന്നലോ അതെങ്കിൽ ഇനി സച്ചേനത് ഓർക്കണ്ട. എന്നോട് പറയുകയും വേണ്ട. മൂന്നോ നാലോ എത്ര കൊല്ലം വേണമെങ്കിലും അർച്ചന കാത്തിരുന്നോളാം. അർച്ചനയ്ക്ക് സച്ചിയുടെ കുഞ്ഞിനെ പ്രസവിച്ചാൽ മതി. ഞാൻ വയറ്റിൽ ചുമന്നും വേദന അറിഞ്ഞും മാത്രമേ നമുക്കിടയിലേക്ക് ഒരു കുഞ്ഞ് വരാവൂ. സച്ചിയുടെ വണ്ടി ഒന്ന് നിർത്തി. വണ്ടി നിർത്ത്. സ്നേഹയല്ലേ അത്? അതെ, സ്നേഹ തന്നെയാ. അവളെന്താ ഇവിടെ? സ്നേഹ ധനുഷിനെ കാണാൻ വേണ്ടി പോകുന്നത് സച്ചേട്ടാ. എനിക്ക് ഉറപ്പാ അത്. ഇന്ന് അവളെ അവനെ ഞാൻ ഓട്ടോ മിസ്സായല്ലോ. നമുക്ക് കുറച്ചു ദൂരം കൂടി പോയി നോക്കാം. താൻ ഇങ്ങോട്ട് വന്നത് ഒട്ടും ശരിയായില്ല. ആരെങ്കിലും അറിഞ്ഞാ അത് വലിയ പ്രശ്നമാവില്ലേ? എന്ത് പ്രശ്നമാവാൻ? ഞാൻ നിന്നെ കാണാൻ വരുന്നതിന് വേറെ ആർക്കാ പ്രശ്നം? നിനക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറ. എനിക്കെന്ത് പ്രശ്നം? നിന്നെ കാണുന്നതും നിന്നോട് സംസാരിക്കുന്നതും എനിക്ക് സന്തോഷമുള്ള കാര്യമല്ലേ? പിന്നെ എന്തെങ്കിലും വഴക്കുകളായാ നിന്നെ ഒരിക്കലും അവരെനിക്ക് തരില്ല. ആ ഒരു പേടിയേ എനിക്കുള്ളൂ. എന്തിനാ ധനുഷ് നമുക്ക് എല്ലാവരുടെയും സമ്മതം? നമുക്ക് ഒരുമിച്ചൊരു ജീവിതം തുടങ്ങാൻ ആരുടെ സമ്മതം ആവശ്യമില്ല. ഞാൻ അതോടെ പറയാനാ നിന്നെ കാണാൻ വന്നത്. എനിക്കിനി ആ വീട്ടിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നമുക്ക് എവിടെയും പോയി വിവാഹം രജിസ്റ്റർ ചെയ്യാം.
ഇന്നലെ നീ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടാ ഞാൻ അതെല്ലാം കേട്ട് മിണ്ടാൻ നിന്നത്. പക്ഷെ നിന്റെ ആഗ്രഹം പോലെ നടക്കാൻ പോകുന്നില്ല. അവരാരും നമ്മുടെ ബന്ധത്തിന് സമ്മതിക്കേയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി ആ വീട്ടിൽ കാത്തിരിക്കുന്നുമില്ല. ഞാൻ ഇനി തിരിച്ചു പോകുന്നില്ല. ഇനി മുതൽ നമുക്ക് ഒരുമിച്ച് താമസിക്കാം. നാളെയോ മറ്റന്നാളോ അമ്പലത്തിലോ രജിസ്റ്റർ ഓഫീസിലോ അല്ലെങ്കിൽ ഇവിടെ വെച്ചാലും മതി. എനിക്ക് വേണ്ടി ധനുഷ് സൂക്ഷിച്ചു വെച്ചിരുന്ന ആ താലിമാല എന്റെ കഴുത്തിൽ കെട്ടിത്തന്നാൽ മതി. എന്താ ധനുഷിന് പറ്റില്ലേ? പറ്റും. എന്റെ കൂടെ ഇറങ്ങി വന്ന നിമിഷം തന്നെ നിന്നെ കൂട്ടിക്കൊണ്ടുവന്ന് എന്നോടൊപ്പം പാർപ്പിക്കാൻ അറിയാഞ്ഞിട്ടല്ല ഞാൻ ചെയ്യാതിരുന്നത്. അവിടെ ആരുടെയും മനസ്സ് വേദനിപ്പിക്കണമെന്ന് കരുതിയിട്ടാ. അങ്ങനെ ചിന്തിക്കാനും മാത്രം ആ വീട്ടിലെ ആരും എന്റെ ആരുമല്ല. പക്ഷെ അച്ഛനായും ഏട്ടന്മാരായും ഏട്ടത്തിമാരായും ഞാൻ എല്ലാവരെയും കണ്ടുപോയി. അവരുടെ മനസ്സ് വിഷമിപ്പിക്കുന്ന ഒന്നും ചെയ്യാൻ എനിക്കാവാതെ പോയി. അതെന്റെ തെറ്റ് തന്നെയാ. തന്റെ വീട്ടുകാരെ തന്നെക്കാൾ കൂടുതൽ ഞാൻ സ്നേഹിച്ചു. ആലോചിക്കേ. ഹലോ മൂർത്തി. അവന്തിക എവിടെയാ? ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട്. എന്താ മൂർത്തി? ഇവിടെ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. ഗസ്റ്റോ? ആര്? നെല്ലിശ്ശേരിന്ന് വന്നതാ. പേര് സ്നേഹ. ഞാൻ തടയാൻ നോക്കി, പക്ഷെ നടന്നില്ല. എന്നെ കണ്ട അന്നത്തെ സംഭവം വെച്ച് മനസ്സിലാവുമെന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ആൾക്കെന്നെ മനസ്സിലായിട്ടില്ല. അവള് ധനുഷിനെ കണ്ടോ? കണ്ടു. രണ്ടുപേരും അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോ എന്റെ നേരെ ഒരു ചാട്ടം. ഇനി തിരികെ വീട്ടിൽ പോകുന്നില്ലെന്നും പറഞ്ഞാ അവള് കയറി വന്നേക്കുന്നത്. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ വേഗം ചെയ്തോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.